പൈത്തൺ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഇൻറ്റൻറ്റേഷനെ പറ്റിയാണ്, അതായത് പൈത്തണിലെ ഇൻറ്റൻറ്റേഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. മറ്റ് ലാംഗ്വേജുകളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പൈത്തണിൽ ഇൻറ്റൻറ്റേഷൻ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. കാരണം ഇൻറ്റൻറ്റേഷൻ വളരെയധികം യൂസ് ചെയ്യുന്നു. അതായത് നമ്മൾ ഇപ്പോൾ സിയും C++ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളൊരു ബ്ലോക്ക് ഓഫ് പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അവിടെ ആ പ്രോഗ്രാം ഒരു ബ്ലോക്കാണെന്നുള്ളത് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് ലൈൻ കോഡാണെന്നുള്ളത് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കേളി ബ്രാക്കറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇവിടെ നമ്മൾ പൈത്തണിൽ അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോർ ലൂപ്പ് എഴുതുവാണെങ്കിൽ ഫോർ ലൂപ്പ് ഐ ഇൻ റേഞ്ച് 3 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പ്രിൻറ്റ് ഹലോ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ വരുന്ന, അതായത് ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഇവിടെ എൻ്റെ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടെ വരുന്ന ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനാണ് ഇൻറ്റൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോർ ലൂപ്പിനുള്ളിൽ വർക്ക് ചെയ്യുന്നതാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത് ഇൻറ്റൻറ്റേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ C+ അല്ലെങ്കിൽ സിയിലൊക്കെ എഴുതുന്ന സമയത്ത് ഫോർ ലൂപ്പിനകത്ത് i = 0 ആൻഡ് range less than or equal to I, then I++ ഈ രീതിയിലാണ് നമ്മൾ കൊടുത്തിട്ട് ഇവിടെ നമ്മളൊരു കേളി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഇവിടെ ഒരു സ്റ്റാർട്ടിങ് ക്ലോസിങ് കേളി ബ്രാക്കറ്റ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഈ C പ്രോഗ്രാമിനകത്തൊക്കെ ഇതൊരു ബ്ലോക്ക് ഓഫ് കോഡായിട്ട്, അതായത് ഈ ഫോർ ലൂപ്പ് നടക്കേണ്ടത് ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് ഇവിടെ എത്ര ലൈൻ ഓഫ് കോഡ് കൊടുത്തിട്ടുണ്ടോ അത്രയും ലൈൻ ഓഫ് കോഡുകൾ ഇവിടെ ഇന്ന് താഴെയായിട്ട് ഓരോന്നും എഴുതി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിൽ പൈത്തണിൻ്റെ കേസിനകത്ത് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ലൈൻ ഓഫ് കോഡ് കൊടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലേക്കും വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ പൈത്തണിൽ ഇൻറ്റൻറ്റേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെ ഇൻറ്റൻറ്റേഷൻ കൊടുക്കുന്നത്, അതായത് ഈ ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എത്ര സ്പേസ് ആണ്, നോർമലി വരുന്ന 4 സ്പേസസ് ആയിരിക്കും, 4 സ്പേസസ് ആയിരിക്കും ഇവിടെ ഇൻറ്റൻറ്റേഷനായിട്ട് വരുന്നത്. നമ്മളിവിടെ ഫോർ ലൂപ്പിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നത് 4 ബ്ലാങ്ക് ലൈനുകൾ, 4 സ്പേസ് കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു ലൈൻ വരുന്നത്. സോ നമുക്കത് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും കൂട്ടിയിടാം, കുറയ്ക്കുകയും ചെയ്യാം. മിനിമം ഒരു സ്പേസ് എങ്കിലും ഉണ്ടായാൽ മതി. അതായത് ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്പേസ് ഉണ്ടായാലും മതി. അത് ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണെന്നുള്ളത് അസൈൻ ചെയ്യും. എത്ര ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആദ്യത്തെ ലൈൻ ആ രീതിയിലായിരിക്കണം. ആദ്യത്തെ ലൈൻ എത്ര സ്പേസ് ആണ് ഇവിടെ ഇൻറ്റൻറ്റേഷൻ വരുന്നത്, 4 ആണെങ്കിൽ 4, 1 ആണെങ്കിൽ 1, 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, അങ്ങനെ എത്ര ലൈൻ ഓഫ് ഇൻറ്റൻറ്റേഷൻ ആണ് വരുന്നത് അത്രയും ഇൻറ്റൻറ്റേഷൻ തന്നെയായിരിക്കും താഴെയുള്ള, അതായത് ഈ ഫോർ ലൂപ്പിൽ വരേണ്ട എല്ലാ കോഡുകളും അതേ ഇൻറ്റൻറ്റേഷൻ തന്നെ. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെയും ഇൻറ്റൻറ്റേഷൻ 4 ആയിരിക്കണം. അതല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇൻറ്റൻറ്റേഷൻ എറർ വരും. ഒറ്റ ബ്ലാങ്ക് ലൈനും ഇല്ലെങ്കിൽ അത് ഈ പ്രോഗ്രാമിൽ നേരെ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറത്തില്ല. ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ രീതിയിലാണ് വർക്ക് ചെയ്യണത്. സോ നമുക്കത് പ്രാക്ടിക്കലി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. സോ നമുക്ക് മനസ്സിലായെന്ന് എഴുതുന്നു. ഇൻറ്റൻറ്റേഷൻ പൈത്തണിൽ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻറ്റൻറ്റേഷൻ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്ര സ്പേസ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻറ്റൻറ്റേഷൻ എററൊക്കെ എവിടെയെങ്കിലും വരുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എവിടെയെങ്കിലും സ്പേസ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കറക്റ്റായിട്ടല്ല ലൂപ്പിൻ്റെ ഉള്ളിലല്ല ഇറങ്ങിയിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം മീൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇൻറ്റൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം എത്ര സ്പേസ് കൊടുത്തിട്ടാണോ ഒരു ലൈൻ ഓഫ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേ ലൈൻ തന്നെ ആയിരിക്കണം ബാക്കിയുള്ള ആ ലൂപ്പിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ കോഡുകൾക്കും വരേണ്ടത്. ഓക്കെ, അത് കൂടാനും പറ്റത്തില്ല കുറയാനും പറ്റത്തില്ല. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ലൈനിൽ, അതായത് ഫോർ ലൂപ്പ് അല്ലാത്ത കേസ്, ഇപ്പോൾ A = 5 എന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ സ്പേസ് കൊടുക്കാൻ പറ്റത്തില്ല. അതായത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ സ്പേസ് ഉണ്ടാവത്തില്ല, സ്പേസ് ഇല്ലാതെ കൊടുക്കണം, എങ്കിൽ മാത്രമാണ് അത് വർക്ക് ആവത്തുള്ളൂ, അല്ലെങ്കിൽ ഇൻറ്റൻറ്റേഷൻ എറർ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നമുക്ക് വീഡിയോയിൽ ജസ്റ്റ് പ്രാക്ടിക്കലി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഞാനൊരു ഫോർ ലൂപ്പ് കൊടുക്കുകയാണ്. I in range 5 കൊടുത്തു. ഓക്കെ, ഈ രീതിയിൽ ഒരു ലൈൻ കോഡ് എഴുതി. ഇപ്പോൾ ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് സാധാരണ കിട്ടുന്ന പോലെ തന്നെ ഹലോ എന്ന് 5 തവണ പ്രിൻ്റ് ആയിട്ട് വരും. ഓക്കെ, 5 തവണ ഹലോ എന്ന് പ്രിൻ്റായി വന്നിട്ടുണ്ട്. സോ നമുക്കിവിടെ 4 സ്പേസുകളാണ് ഉള്ളത്. ജസ്റ്റ് ബാക്ക് അടിച്ചുകൊണ്ടെങ്കിൽ 1, 2, 3, 4 ഈ സ്പേസാണ് ഡീഫാൾട്ടായിട്ട് വരുന്നത്. സോ നമുക്കിത് വേണമെങ്കിൽ കുറയ്ക്കാം. ജസ്റ്റ് വേണമെങ്കിൽ ഒരു സ്പേസ് കൊടുത്തിട്ട് റൺ ചെയ്താലും
നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ രണ്ട് സ്പേസ് കൊടുത്താലും ഔട്ട്പുട്ട് കിട്ടും, 3 സ്പേസ് കൊടുത്താലും കിട്ടും, 5 സ്പേസ് കിട്ടാലും കിട്ടും, 10 സ്പേസ് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ സ്പേസ് എത്ര കൊടുത്താലും കുഴപ്പമില്ല, മിനിമം ഒരെണ്ണമെങ്കിലും സ്പേസ് ഉണ്ടായിരിക്കണം, എങ്കിലാണ് ഈ ഫോർ ലൂപ്പിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു അടുത്ത ലൈൻ കോഡ് കൊടുക്കുകയാണ്, പ്രിൻറ്റ് ഹായ് എന്ന് കൊടുക്കുകയാണ്. സോ ഇത് ഇവിടെ എത്ര സ്പേസ് ആണോ കൊടുത്തിരിക്കുന്നത്, അതായത് ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന ലൈൻ എത്ര സ്പേസ് ആണോ കൊടുത്തിരിക്കുന്നത് അത്രയും സ്പേസ് തന്നെയായിരിക്കണം അടുത്ത ലൈൻ കൊടുക്കുന്നത്. ഓക്കെ, ഇത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹായ് ഹലോ ഹായ് അങ്ങനെ 5 തവണ പ്രിൻ്റ് ആയിട്ട് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പേസ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എറർ ആയിരിക്കും, കാരണം ഇൻ്റർനേഷൻ എറർ എന്നുള്ള രീതിയിൽ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. സോ അതൊരു ഇൻ്റർനേഷൻ എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈൻ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡിന് എത്ര സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് അത്രയും സ്പേസ് തന്നെ കൊടുക്കണം. സോ ഒന്നെങ്കിൽ ഫസ്റ്റ് ലൈനിൻ്റെ കോഡ് പുറകിലേക്ക് ആക്കിയിട്ടാലും മതി, ഇതിൻ്റെ ഒപ്പം തന്നെ ആക്കിയിട്ടാലും മതി, അന്നേരം ആ ഒരു എറർ പോയി. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണ്, അതായത് ഫോർ ലൂപ്പിൽ തന്നെ ഇവിടെ സ്പേസ് ഇല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുവാണെങ്കിൽ അത് ഫോർ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ അവിടെ എറർ ഉണ്ടാവത്തില്ല. ഹലോ എന്ന് 5 തവണ പ്രിൻറ്റ് ചെയ്യും, ദെൻ ഇത് 5 തവണ പ്രിൻ്റ് ആയി കഴിയുമ്പോൾ ഈ പ്രിൻറ്റ് ഫംഗ്ഷൻ, അതായത് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലല്ല പുറത്ത് വർക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ A=5 എന്ന് കൊടുത്തു. ഇത് A കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എറർ ആയിരിക്കും. അതായത് ഇവിടെ ഒരു സ്റ്റാർട്ടിങ്ങിൽ, അതായത് കോഡിങ്ങിൻ്റെ ബിഗിനിൽ ലൂപ്പിലൊന്നും കയറാതെയുള്ള കേസാണെങ്കിൽ ഇവിടെ സ്പേസ് ഉണ്ടാവരുത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനിൽ സ്പേസ് ഇല്ലാത്ത രീതിയിൽ വേണം വേരിയബിൾസ് ഒബ്ജക്റ്റുകളൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനേഷൻ എറർ ആയിരിക്കും. ഓൾറെഡി റെഡ് മാർക്ക് വന്നിട്ടുണ്ട്, അതായത് എറർ എന്നുള്ളത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇൻ്റർനേഷൻ എറർ എന്നുള്ളത് വന്നിട്ടുണ്ട്. സോ ഇൻ്റർനേഷൻ എറർ കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർനേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് അവിടെ നമ്മൾ കൊടുക്കുന്ന സ്പേസുകളും അതിന് ഇൻറ്റൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അങ്ങനെ ഇൻ്റർനേഷൻ എററൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആ എറർ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ അടുത്ത ലൂപ്പ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ അടുത്ത ബ്ലോക്ക് ഓഫ് കോഡുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ ഞാനിവിടെ ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ A=5 ആ ഒരു കേസ് ചെക്ക് ചെയ്യുകയാണ്. പ്രിൻറ്റിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ABC എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ അടുത്ത ഒരു ലൂപ്പ് കയറി ദെൻ അവിടെ ഒരു ബ്ലോക്ക് ഓഫ് കോഡുകൾ വന്നു. സോ ഇവിടെയും ഇൻ്റർനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ വേറെ കോഡുകളില്ലാത്തതുകൊണ്ടാണ് ഈ ഇത് വരാത്തത്. അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം ഒരു സ്പേസ് എങ്കിലും കൊടുക്കണം, സെയിം റൂൾസ് തന്നെ, മിനിമം ഒരു സ്പേസ് എങ്കിലും കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ ബ്ലോക്ക് ഓഫ് കോഡിൽ അടുത്ത ബ്ലോക്ക് ഓഫ് ലൈൻ കോഡാണ്. സോ അവിടെ നമുക്ക് എത്ര ലൈൻ ഇതുപോലെ തന്നെ കൊടുക്കാം. അത് എല്ലാത്തിൻ്റെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. സോ ഇൻ്റർനേഷൻ എററിനെ പറ്റി അല്ലെങ്കിൽ ഇൻ്റർനേഷനെ പറ്റിയുള്ള എററുകളെ പറ്റിയും ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. സോ നമുക്ക് അടുത്ത സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ.